ബി.ജെ.പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വച്ചിരുന്ന സംസ്ഥാനമായിരുന്നു ബംഗാൾ. സന്ദേശ് റാലി വിഷയവും നിയമന പ്രതിസന്ധിയും അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ബി.ജെ.പി പ്രചരണങ്ങളെല്ലാം കൊഴുപ്പിച്ചത്. മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിൽ ബംഗാളിലെ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് സന്ദേശ് റാലി വിഷയം ഉയർത്തിക്കാട്ടി ബി.ജെ.പി ശക്തമായ പ്രചരണം തന്നെ നടത്തി. എന്നാൽ പരാതി കൊടുക്കാൻ തങ്ങളെ നിർബന്ധിക്കുകയായിരുന്നു എന്ന പല സ്ത്രീകളുടെയും വെളിപ്പെടുത്തൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. സന്ദേശ് റാലിയിൽ നടന്നതെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് പറയുന്ന ബി.ജെ.പി നേതാവിന്റെ വീഡിയോ കൂടി തൃണമൂൽ കോൺഗ്രസ് പുറത്തുവിട്ടതോടെ ബി.ജെ.പി കൂടുതൽ പരിങ്ങലിലുമായി. പ്രാദേശിക നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ നേതൃത്വത്തിൽ നിരവധി സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ നടന്നതാണ് സന്ദേശ് റാലിയെ ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിച്ചത്. ഇത് ബി.ജെ.പി മുതലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു വശത്ത് ബി.ജെ.പി സന്ദേശ് റാലി വിഷയം കത്തിക്കാൻ നോക്കിയപ്പോൾ മറുവശത്ത് ഗവർണർ സി.വി. ആനന്ദ ബോസിനെതിരായ ലൈംഗിക അതിക്രമ പരാതി ടി.എം.സിയും കത്തിച്ചു. ഇതിനിടയിൽ മമതാ ബാനർജി തന്റെ തനത് ശൈലിയിൽ പ്രചരണം കടുപ്പിക്കുകയും ചെയ്തു. ഫലം വന്നപ്പോൾ ബംഗാൾ ജനത തൃണമൂലിനെ ഒരിക്കൽ കൂടി വിശ്വസിച്ചു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന 4 മണ്ഡലങ്ങളിലും 2011 വരെ CPM-ന്റെ ഉറച്ച കോട്ടകളായിരുന്നു ഇതെല്ലാം. തൃണമൂലിന്റെ സിറ്റിംഗ് MLA ആയിരുന്ന സാധൻ പാണ്ഡെ മരിച്ചതിനെ തുടർന്നാണ് മണിക്താലിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇവിടെ ടി.എം.സി രംഗത്തിറക്കിയത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മേധാവി കല്യാൺ ചൗബയായിരുന്നു ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി. 2021-ലും ചൗബെ തന്നെയായിരുന്നു ബി.ജെ.പി സ്ഥാനാർത്ഥി. ഫലം വന്നപ്പോൾ ടി.എം.സിക്ക് 62,000 വോട്ടിന്റെ വമ്പൻ വിജയം. 83,110 വോട്ട് ടി.എം.സി പിടിച്ചപ്പോൾ ബി.ജെ.പി അവിടെ 20,798 വോട്ടുകൾ മാത്രമാണ് നേടിയത്. CPM-ന് നേടാനായത് 9,502 വോട്ടും. റായ്ഗഞ്ച് മണ്ഡലത്തിൽ ടി.എം.സി ജയിച്ചത് 50,077 വോട്ടിനാണ്. ബാഗ്ദ മണ്ഡലത്തിൽ 33,455 വോട്ടിനാണ് തൃണമൂലിന്റെ വിജയം. 39,048 വോട്ടിനാണ് രണഗഡ് ദക്ഷിൺ മണ്ഡലത്തിൽ തൃണമൂൽ വിജയിക്കുന്നത്. അടിക്കടി പരാജയം ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിലും ബംഗാളിൽ തൃണമൂൽ കഴിഞ്ഞാൽ തങ്ങളാണെന്ന് ഉറപ്പിക്കാൻ ബി.ജെ.പിക്ക് ഇപ്പോഴും സാധിച്ചിട്ടുണ്ട്. ഏറെ പ്രതീക്ഷയോടെ ഇറങ്ങിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും CPM കോൺഗ്രസ് സഖ്യത്തിന്റെ പോരാട്ടത്തിൽ നിന്നും ഇത് വ്യക്തവുമാണ്. 4 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിച്ച റായ്ഗഞ്ചിൽ മാത്രമാണ് 20,000 വോട്ടിന് മുകളിൽ വോട്ട് നേടാൻ സാധിച്ചത്. രണഗഡ് ദക്ഷിൺ മണ്ഡലത്തിലാണ് 10,000-ന് മുകളിൽ വോട്ട് നേടാൻ CPM-ന് സാധിച്ചത്. അട്ടിമറി പ്രതീക്ഷിച്ചിരുന്ന ഹിമാചൽ പ്രദേശിലും ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. ലോക്സഭാ സീറ്റിൽ ആകെയുള്ള 4 സീറ്റ് നേടിയ ബി.ജെ.പിക്ക് പക്ഷെ ഉപതെരഞ്ഞെടുപ്പിൽ താളം തെറ്റി. ഒരുപക്ഷെ ബംഗാളിനേക്കാൾ കൂടുതൽ ബി.ജെ.പിയെ വലയ്ക്കുന്നത്, ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കുന്നത് ഹിമാചലിലെ ഈ തോൽവിയായിരിക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷം നടന്ന രാഷ്ട്രീയ നാടകങ്ങളും ഹിമാചലിലെ കോൺഗ്രസിന് വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിപ്പ് ലംഘിച്ച് 6 കോൺഗ്രസ് MLA-മാർ ബി.ജെ.പി സ്ഥാനാർത്ഥി ഹർഷ് മഹാജന് വോട്ട് ചെയ്തിരുന്നു. തുടർന്ന് ഈ MLA-മാരെ കാണാതാവുകയും ബി.ജെ.പി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സുഖു രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇവർ ബി.ജെ.പി പാളത്തിലേക്കാണെന്ന സൂചന ലഭിച്ചതിന് പിന്നാലെ ഇവരെ നിയമസഭാ സ്പീക്കർ അയോഗ്യരായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നാലെ രാജിവെച്ച 3 സ്വതന്ത്ര MLA-മാർക്കൊപ്പം ഡൽഹിയിലെത്തിയ കോൺഗ്രസ് MLA-മാർ ബി.ജെ.പിയിലും ചേർന്നു. ഏത് നിമിഷവും സർക്കാർ വീഴുമെന്ന പ്രതീതിയായിരുന്നു പിന്നീട് ഹിമാചലിൽ ഉണ്ടായിരുന്നത്. പ്രിയങ്ക ഗാന്ധി നേതൃത്വം നൽകിയ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലെല്ലാം ഒടുവിലാണ് 2022-ൽ കോൺഗ്രസ് ഹിമാചൽ ഭരണം ബി.ജെ.പിയിൽ നിന്നും പിടിച്ചെടുത്തത്. ഇതും ഹിമാചൽ രാഷ്ട്രീയം കലങ്ങിമറിയുന്നത് ദേശീയ ശ്രദ്ധയാകർഷിക്കാനും കാരണമായി. സുഖ്വീന്ദർ സിംഗ് സുഖുവിനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറിയും ഉണ്ടായിരുന്നു. മന്ത്രിസഭയിൽ പ്രമുഖനായിരുന്ന വിക്രമാദിത്യ സിംഗിനെ അപ്രതീക്ഷിത രാജിയും അതേ തുടർന്നുണ്ടായ രാഷ്ട്രീയ നീക്കങ്ങളും കോൺഗ്രസിനെ പ്രതിരോധത്തിലുമാക്കിയിരുന്നു. AICC നേതൃത്വം വളരെ പണിപ്പെട്ടാണ് വിക്രമാദിത്യയെ പാർട്ടിക്കുള്ളിൽ പിടിച്ചു നിർത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്ന വാഗ്ദാനമാണ് അന്ന് AICC വിക്രമാദിത്യയ്ക്ക് മുന്നിൽ തന്നെ വെച്ചത്. ഇതിൽ വഴങ്ങിയ വിക്രമാദിത്യ താൽക്കാലിക വെടിനിർത്തലിന് വഴങ്ങുകയും ചെയ്തു. പ്രതിസന്ധികൾ കൂടി കടന്നുപോയ സർക്കാരിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയായെങ്കിലും ലോക്സഭയ്ക്കൊപ്പം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 6-ൽ 4-യിടത്തും ജയിക്കാൻ സാധിച്ചത് വലിയ ആശ്വാസമാണ് നൽകിയത്. അയോഗ്യരാക്കപ്പെട്ട MLA-മാർ രാജിവെച്ച സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പിലും പാർട്ടിയെ വിജയിപ്പിക്കാൻ സാധിച്ചതോടെ സുഖ്വീന്ദർ സിംഗ് സുഖു കോൺഗ്രസിലും സർക്കാരിലും ഇപ്പോൾ പിടിമുറുക്കുകയാണ്. കോൺഗ്രസ് ഒരിക്കലും ജയിക്കാത്ത മണ്ഡലമായ ദെഹ്റയിൽ ഭാര്യയെ നിർത്തി വിജയിക്കുക കൂടി ചെയ്തതോടെ സുഖു കൂടുതൽ കരുത്തുറ്റ നേതാവായി മാറുകയും ചെയ്തു. കമലേഷ് താക്കൂർ കൂടി ജയിച്ചെത്തുന്നതോടെ ഭർത്താവും ഭാര്യയും നിയമസഭയിലിരിക്കുന്ന സംസ്ഥാനമായി ഹിമാചൽ മാറുകയും ചെയ്യും. കോൺഗ്രസ് നേതാവായിരുന്നിട്ടും ആദ്യമായാണ് കമലേഷ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഹോഷിയാർ സിംഗ് ചാമ്പ്യാൽ ആണ് അവിടെ വിജയിച്ചിരിക്കുന്നത്.
ഹോഷിയാറിനെ തന്നെ BJP സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. ദെഹ്റയിൽ ജനിച്ചു വളർന്ന നേതാവെന്ന പ്രചരണവും കമലേഷിന് നേട്ടമുണ്ടാക്കി. 1998 സുഖവുമായുള്ള വിവാഹം നടന്നത്. ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ 2 പതിറ്റാണ്ടായി കമലേഷ് താക്കൂർ അംഗവുമാണ്. 32,737 വോട്ടിനാണ് കമലേഷ് ജയിച്ചത്. ഹോഷിയാറിന് ലഭിച്ചത് 23,338 വോട്ടാണ്. നാലാക്കർ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹർദീപ് സിംഗ് ബാവ BJPയുടെ KL താക്കൂറിനെ 8,990 വോട്ടിനാണ് പരാജയപ്പെടുത്തിയത്. ഹമീർപൂർ മണ്ഡലമാണ് BJPക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകിയത്. എന്നാൽ നേരിയ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ BJP സ്ഥാനാർത്ഥി ആശിഷ് ശർമ്മ ജയിച്ചത്. വെറും 1,571 വോട്ടിനാണ് ശർമ്മയുടെ വിജയം. ആശിഷ് ശർമ്മ 27,041 വോട്ട് നേടിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി പുഷ്പീന്ദർ വർമ്മ 25,470 വോട്ടുകൾ നേടുകയും ചെയ്തു. ഇവിടെ ഏറ്റവും കൂടുതൽ BJP പ്രതീക്ഷ വച്ചിരുന്ന പഞ്ചാബ് പക്ഷേ BJPക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത്. ഇവിടെ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരുന്ന മണ്ഡലമാണ് ബംഗാൾ. എന്നാൽ ബംഗാളിൽ BJPയുടെ പ്രതീക്ഷകളെല്ലാം അപ്പാടെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് കൊണ്ടാണ് തൃണമൂൽ വലിയ തരത്തിൽ ഉന്നത വിജയം നേടിയത്. അതുപോലെ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയത്. വലിയ സ്ഥലങ്ങളിൽ പല ഇടങ്ങളിലും BJP പ്രതീക്ഷിച്ചിരുന്ന പല മണ്ഡലങ്ങളും BJPക്ക് കൈവിട്ടു പോയി എന്ന് മാത്രമല്ല, സിറ്റിംഗ് സീറ്റുകൾ ഒന്നടങ്കം അപ്പാടെ ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. ഇത് തന്നെയാണ് ഹിമാചലിലും ഉണ്ടായത്. ഹിമാചലിലും ഒരുപക്ഷെ BJPക്ക് ഏറ്റ തിരിച്ചടി എന്ന് പറയുന്നത് ഇനി ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള തിരിച്ചടിയായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഇനി ഒരുപക്ഷെ ബംഗാളിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നാലും ഹിമാചലിലെ തിരിച്ചടി BJPക്ക് ഇനി ഒരുപക്ഷെ തിരിച്ചു കയറാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്ന സാഹചര്യമാണുള്ളത്. ബംഗാളിനേക്കാളും ഹിമാചലിലുണ്ടായ തോൽവിയായിരിക്കും BJPക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നതും. ഇവിടങ്ങളിലെല്ലാം ഒരുപക്ഷെ BJPയുടെ ചാണക്യൻ എന്ന് പറഞ്ഞിരുന്ന അമിത്ഷായുടെ അടക്കമുള്ള അടവുകളെല്ലാം ഇവിടെ പയറ്റിയെങ്കിലും അതെല്ലാം തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യമാണ് ബംഗാളിലും ഹിമാചലിലും ഉണ്ടായത്. ഇവിടങ്ങളിലെല്ലാം BJP നാമാവശേഷമായി മാറുന്ന സാഹചര്യമാണ് നിലനിന്നത്. ഇവിടങ്ങളിലെല്ലാം എല്ലായിടങ്ങളിലും ജനങ്ങൾ ഒത്തൊരുമിച്ച് നിന്നത് BJPക്കെതിരെയാണ്. ഇവിടങ്ങളിലെല്ലാം BJPയെ ജനങ്ങൾ തുടച്ചു നീക്കുന്ന തൂത്തെറിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്.